അസ്സലാമലൈക്കും, ഈദ് മുബാറക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈദ്ഗാഹ് കൂടാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം ലേറ്റായ കാരണം പെട്ടെന്ന് ഒരുങ്ങി റെഡി ആവാനാണ്. മോളിപ്പോഴും റെഡി ആയിട്ടില്ല, അവള് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ 7:30-ക്കാണ് എന്താ പറയുക ഈദ്ഗാഹ് സ്റ്റാർട്ട് ചെയ്യണത്. സോ ഒരു 6:45 ആകുമ്പോഴേക്കും ഇറങ്ങണം. ഇപ്പോൾ 6:30 ആയി ഓൾറെഡി. സോ നേരത്തെ ഇറങ്ങിയാലേ സമാധാനത്തിൽ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കുന്നു, പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഹവാസിൻ റെഡി ആയിട്ടില്ല. പതുക്കെ നിൽക്കുകയാണ്, രാവിലെ അല്ലേ. സോ ഇനി അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഞങ്ങൾ നേരെ ഈദ്ഗാഹിലേക്ക് പോവുകയാണ്. ഞങ്ങളെ കൂടെ മമ്മയുണ്ട്. മമ്മക്ക് വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മമ്മക്ക് വല്യമ്മയുടെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യം കാരണം മമ്മാനെ നേരെ എന്താ പറയുക തറവാട്ടിൽ ഇറക്കി കൊടുക്കുന്നതാണ്. ഞങ്ങൾ ഈദ്ഗാഹിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മുന്നേ മമ്മാനെ തറവാടിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈദ്ഗാഹിൻ്റെ അങ്ങോട്ട് എൻ്ററായി. ഞങ്ങൾ ലാസ്റ്റിലാണ് പോയിരുന്നത്, ബിക്കോസ് ഫ്രണ്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കയറുന്ന സ്ഥലത്ത് തന്നെ അങ്ങനെ ഇരുന്നതാണ്. പക്ഷെ ഞങ്ങൾ ആ ഒരു എറണാകുളത്ത് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടാവും, ഇരിക്കാൻ സ്ഥലം കിട്ടാനില്ല. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ ആ ടൈമിൽ ഉണ്ടായില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങോട്ട് നിറഞ്ഞു. സോ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. നമ്മുടെ കഴിവിൽപ്പെട്ടിടത്തോളം പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം പോലെ കുത്തുബ എന്നാണ് ഞങ്ങൾ പറയണത്, അത് ഉണ്ടാവും. അത് കുറച്ച് നേരം ഒരു 10 to 20 minutes അതുണ്ടാവും. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യും, അതായത് പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഒരു സെഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അങ്ങനെ നമ്മളുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ കേക്കും പിന്നെ എന്താ പറയുക വാട്ടറും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് ഗേൾസ് അവിടെ ഇങ്ങനെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. നേരെ വീട്ടിലേക്ക് പോവുകയാണ്. മുന്നാനെ കാണണം, പുറത്ത് പോയിട്ട് ഈദ് മുബാറക്ക് പറയണം. അപ്പം നമ്മളുടെ നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഭയങ്കര ഹാപ്പിയിൽ ഞങ്ങൾ ഈദ് ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇനി കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകെ കാണാം. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇനി വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ഹോം. എന്ത് സ്റ്റാച്ചു പോലെ നിൽക്കുന്നത്.
ഹവാസിൻ്റെ ഈദ് ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞാൻ സൈഡിൽ കുറച്ച് ഫോട്ടോസ് കൊടുക്കാം കേട്ടോ, അവളുടെ ചെറിയ വീഡിയോയും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് പറയണേ. നമ്മളെ പാപ്പ വെച്ച ബിരിയാണിയാണത്. ഇന്ന് പാപ്പയാണ് കുക്കിങ്. എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമൊക്കെ കാണിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നു പോയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ണ് മഞ്ഞളിച്ച് ബിരിയാണിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ് ഉണ്ടായത്. ഐ ആം ദ സോറി അളിയാ. പിന്നെ ഇനി ഞങ്ങൾ നേരെ വെല്ലുമാൻ്റെ അടുത്തേക്ക് പോകണം. സോ അതിന് വേണ്ടി ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. ഈദ് ഡ്രസ്സ്, ഇതെൻ്റെ ഈദ് ഡ്രസ്സല്ല, ചൂടെടുക്കണ കാരണം അറിയാലോ, ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതാണ് കോട്ടൺ ഡ്രസ്സ് എടുത്തിട്ടതാണ്. ഇനിയിപ്പോൾ ഈദ് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സ് ചെയ്യണതും അങ്ങനെ ഒരുങ്ങണതൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ധൃതി കാരണം നിങ്ങൾക്ക് അതിനൊന്നും പറ്റിയില്ല, സോറി. അപ്പോൾ ഇനി രണ്ടാം സിസ്റ്ററും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി വെല്ലുമനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 കാറിലൊക്കെ ആയിട്ട് പോവുകയാണ്. 2 കാറിലും ഞങ്ങൾ കൊള്ളൂല, അത് കാരണം ഞങ്ങൾ ബൈക്കും കൂടി എടുത്തിട്ട് അങ്ങനെ നേരെ വെല്ലുമൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വീഡിയോയിൽ വരും കേട്ടോ. പെരുന്നാളിന്റെ വൈബാണ് ഗായ്സ്. ഇവിടെ നിൽക്കൂ ഗായ്സ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ താരം ഇതാ ഉദിക്കുകയായി യൂട്യൂബ് ലോകത്തിൽ. വരൂ ഞങ്ങളുടെ ഇവൾ പല ലോക റെക്കോർഡുകൾക്കും ഉടമയാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന അടുത്ത ബിഗ് ബോസ് സീസണിൽ ഇവളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതല്ല, പല കഴികളും ഉണ്ട് ഇവൾക്ക്. പാട്ട് പാടുകയാണെന്ന് വിചാരിക്കും, പ്രസംഗ മത്സരം വിചാരിക്കും, പക്ഷെ അതൊന്നുമല്ല. ഇവളൊരു ഗെയിമറാണ്, ഇന്റർനാഷണൽ ഗെയിമർ. ഇവൾ ഏതായിരുന്നു ഗെയിം? കാൻഡി ക്രഷ് സാഗ, ഫ്രീ ഫയറിൽ ആളുകളെ. പിന്നെ മറ്റേ സാധനം മീനിനെ നീന്താൻ പഠിപ്പിക്കുന്നു. വെല്ലുമ്മാന്റെ വീട്ടിലേക്ക് പോവാണ്. വെല്ലിമ്മ, ഇവള് വെല്ലുമ്മ എന്ന് പറയും, ഞങ്ങൾ വെല്ലിമ്മ. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മള് വെല്ലുമ്മാന്റെ വീട്ടിൽ പോയി നമ്മളെല്ലാരും അവിടെ എല്ലാരും വരും. സോ എല്ലാരും ഞാൻ കാണിച്ചു തരാം. വെല്ലുമ്മാനെ കണ്ട് ഭയങ്കര തിരക്ക് അവിടെ. എല്ലാരും വെല്ലുമ്മാനെ കണ്ട് ഞാൻ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോ അവിടെ പോയി മോളിന്ന് എടുക്കണത് പിന്നീടുണ്ട്, വൈറലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ചടങ്ങായ ഫോട്ടോ എടുക്കൽ ചടങ്ങാണ്. അതിന് നമ്മൾ വളരെ ചെറിയ ഫാമിലി ആയ കാരണം ഫോട്ടോ ഒതുങ്ങണില്ല. അപ്പോൾ മച്ചിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു കസിൻ ഫോട്ടോ എടുക്കുന്ന സീനാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടൊരു ഫോട്ടോ കിട്ടി. അവിടെ നിന്ന് മുകളിൽ നിന്ന് എടുത്ത കാരണം ഞങ്ങൾ സെൽഫി എടുത്തു, പിന്നെ ഒരു ഫുൾ പിക്ചർ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത് നൈസായിരുന്നു. സോ അത് നിങ്ങളിവിടെ കാണിക്കാൻ പറ്റിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ തറവാട്ടിൽ നിന്ന് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കർമ്മ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് പോവാണ്. പെരുന്നാളായ കാരണം മക്കളെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവിടെ ഇനി വരാൻ ജനങ്ങളില്ല, അത്ര ആൾക്കാരായിരുന്നു. ഞങ്ങൾക്ക് പുറത്തേക്ക് പാർക്കിങ്ങോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല. നല്ല വിറ്റാണ്. ഞങ്ങള് എന്താ പറയാ, ഒരു സ്ഥലത്ത് പോവാ, കർമ്മ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ഇവിടെ. അപ്പൊ അവിടെ പോവാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്താ പറയാ, ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾ ഒരു ഹാർബറിന്റെ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. അവിടെ ഒന്നും കാണാനൊന്നുമില്ല. പുറത്ത് അവിടെ നിന്ന് മൂത്രമൊഴിച്ചിട്ട് തിരിച്ചു പോവാന്നുള്ളൊരു പദ്ധതിയിലേക്ക് എത്തി. എന്നുവെച്ചാൽ ഫുൾ ആൾക്കാരായിട്ട് ഫുൾ ബ്ലോക്കാണ്. ഞങ്ങളിവിടെ എത്തി തന്നെ കുറേ ടൈം. ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നുകൊണ്ട് പുറത്തുള്ള ആൾക്കാർ, പാർക്കിംഗ് കിട്ടിയ ആൾക്കാർ അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണതൊക്കെ കണ്ട് ആസ്വദിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി.
പിന്നെ നിങ്ങൾ ഓർക്കണ്ടാവും ഈദ് ഡ്രസ്സ് എവിടെയാണ്. പക്ഷേ ഈദ് ഡ്രസ്സ് ഞങ്ങൾ വീട്ടിൽ മാറ്റി വെച്ച് വേഗം ടീഷർട്ട് ജീൻസൊക്കെ ഇട്ട് പഴയ രൂപത്തിലായി. എന്ന് വെച്ചാൽ ചൂടിന് സഹിക്കാൻ പറ്റുന്നില്ല. സോ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക അങ്ങോട്ട് ആഘോഷിക്കാനാണ് പടക്കം പൊട്ടിച്ചിട്ട്, വേറൊന്നും നടക്കാത്ത കാരണം. അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈദ് സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.